ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ മറുപടി സ്തുതി ചെല്ലിയോ? ഇല്ലല്ലോ. ഒന്നൂറ് ചെല്ലിയേ. ഹല്ലേലൂയ. ഇതിപ്പോ കുഞ്ഞുങ്ങളെയാണോ വലിയവരെയാണോ ഉദ്ദേശിച്ച സംശയം? രണ്ടുപേരെ ഉദ്ദേശിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി സംശയം വേണ്ട. എല്ലാ സഹോദരങ്ങൾ സുഖമായിരിക്കുന്ന വൈദ്യരെ ധ്യാനം ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് നടക്കുകയാണ് കേട്ടോ. പ്രത്യേകം പ്രാർത്ഥിക്കണം. പിന്നെ നമുക്ക് ഇന്ന് വൈദ്യരെ ധ്യാനത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചാലോ അല്ലേ? വൈദ്യ ധ്യാനത്തിന് വേണ്ടി ഒരു നന്മറം ചൊല്ലി നിങ്ങൾ ശരിക്കും സെപ്പറേറ്റ് പ്രാർത്ഥിക്കണം കേട്ടോ. വൈദ്യർക്ക് കൊണ്ട് പ്രാർത്ഥിച്ചാൽ അതുപോലെ ദൈവാനുഗ്രഹം നമ്മുടെ ഒരു ആവശ്യത്തിന് ഒരു അച്ഛനെ കർത്താവായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വൈദ്യര് ധ്യാനത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. എല്ലാവരും ഓർക്കുന്നു കേട്ടോ. വലിയ ചെറിയ കുടുംബം, ഫുൾ കുടുംബം, പഴയ പോലെ അഭിഷേകം കണ്ടല്ലോ അല്ലേ? ഓക്കെ, പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പറഞ്ഞു വിട്ടിട്ട് ഒരുപാട് അച്ഛന്മാർ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ ഒരു അറിയിപ്പുണ്ട്. നമുക്ക് ഇനി പലരും എനിക്ക് മെസ്സേജൊക്കെ ചോദിച്ചായിരുന്നു. ഇനി എന്നാണ് യുവജനങ്ങൾക്കുള്ള ധ്യാനം അവധിയൊക്കെ തുടങ്ങുന്ന സമയത്ത് വാഴക്കുളത്ത് നമ്മുടെ അഭിഷേകം അസിസ്റ്റൻസ് സെന്ററിലുള്ളത് എന്ന് ഏപ്രിൽ മാസം 12 മുതലാണ് കേട്ടോ. ഞാൻ കാർഡ് ഇട്ടേക്കാം. അത് നേരത്തെ കൂട്ടി ബുക്ക് ചെയ്താൽ സീറ്റ് കിട്ടാൻ സാധ്യതയുള്ളൂ. കാരണം അവധി തുടങ്ങുന്ന സമയമായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് വേറെ ബുക്ക് ചെയ്താൽ 12 മുതലാണ് കേട്ടോ. കാർഡ് ഇട്ടേക്കാം. കാർഡ് യുവജനങ്ങൾക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് സുഭാഷിതങ്ങൾ 29 അടിസ്ഥാനപ്പെടുത്തിയാണ്. തകർച്ചയിലേക്കുള്ള വേഗത കൂട്ടരുത് എന്നുള്ളതാണ്. ബുക്ക് ഓഫ് പ്രോവേഴ്സ് ചാപ്റ്റർ 29 വേഴ്സ് 1 ആണ്. ഈ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കെമിസ്ട്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇതൊക്കെ മലയാളമൊക്കെ മറന്നു ഇങ്ങനെ വേഗത കൂട്ടുന്ന ചില സംഗതികളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വചനം വെളിപ്പെടുന്ന ഇങ്ങനെയാണ്. അതായത് കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മർക്കടമുഷ്ടി പിടിക്കുന്നവൻ രക്ഷപ്പെടാനാവാത്ത തകർച്ചയിൽ പെട്ടെന്ന് പതിക്കും. ഇപ്പൊ ഇന്നലത്തെ ഒരു വചനം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കിയേ. ശാസന നിരസിക്കുന്നവൻ തന്നിഷ്ടം പോലെ തീരുമാനം എടുക്കുന്നൊക്കെ പറഞ്ഞില്ലേ? അവന്റെ ഉള്ളിൽ ദുഷ്ടൻ, ഒരു പാപത്തിന്റെ സ്വാധീനം ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ. എന്ന് പറയുന്നതിനോട് ചേർന്ന് പോകുന്നൊരു വചനമാണ്. ഇന്നലെ പ്രഭാഷകനായ ഇന്ന് സുഭാഷിതമാണ്. വചനം വെളിപ്പെടുത്തുകയാണ്. അതായത് കൂടെ കൂടെ ഗുണദോഷിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഗുണദോഷിക്കുക. അതെന്ന് പറഞ്ഞ് ഗുണദോഷിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അതിന്റെ നന്മ തിന്മകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാന്നുള്ളതാണ് അല്ലെ? ഗുണവും ദോഷവും. മോനെ, നീ കോഴ്സ് എടുത്താൽ ഇങ്ങനെയാ, നീ അങ്ങനെ കറങ്ങി തിരിഞ്ഞാൽ പിള്ളേരോട് ഇപ്പൊ ഇങ്ങനെയോ എന്നൊക്കെ പറയുന്നതില്ലേ? അല്ലെന്നുണ്ടെങ്കിൽ ചേട്ടാ ഇങ്ങനെ മദ്യപിച്ച് നടന്നാൽ എങ്ങനെയോ? അപ്പൊ എന്നെ ആരും ഗുണദോഷിക്കാൻ വരണ്ടെന്ന് പറയുന്നൊരു പ്രകൃതമുണ്ട്. അതുകൊണ്ട് കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും അമ്മച്ചിക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ, വേറൊന്നും ഇല്ലേ എന്നൊക്കെ പറയുന്ന ചില ഡയലോഗുകൾ. പിന്നെ വേറെ കാര്യം ഓർക്കണം, ഈ അമ്മച്ചി ഇടയ്ക്ക് ഓർക്കണമേ, നമ്മളെ ആരെങ്കിലും ഗുണദോഷിക്കുമോ നമ്മുടെ അവസ്ഥയൊക്കെ എന്താണെന്നുള്ളത് ഓർക്കണം. അപ്പൊ കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ട് മർക്കടമുഷ്ടി, മർക്കടം എന്നൊക്കെ പറഞ്ഞാൽ മലയാളം അറിയത്തില്ലെങ്കിൽ പിന്നെ കുട്ടികൾ ചോദിക്കണം, പിന്നെ പാരന്റ്സിനൊക്കെ ചോദിക്കുക. അപ്പൊ അങ്ങനെ ചില മുഷ്ടിയൊക്കെ ഉണ്ട്. അങ്ങനെ മർക്കടമുഷ്ടി പിടിക്കുന്നവൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയ നിയമത്തെ മറ്റൊരു പറഞ്ഞവർക്കാണ് മർക്കടമുഷ്ടി എന്ന് പറഞ്ഞാൽ മന്ത്രവാദം പോലെ ശക്തമെന്ന് പറയാം. മന്ത്രവാദം. അതുകൊണ്ട് അതുപോലത്തെ ഒരു ഒന്നാം പ്രമാണം ലംഘിക്കുന്ന അന്യദൈവ ആരാധനയ്ക്ക് പോകുന്നതിന് തുല്യമാണ് ഈ ഒരു പാപത്തിന്റെ തലത്തെക്കുറിച്ച് പറയുമ്പോൾ. രക്ഷപ്പെടാനാവാത്ത തകർച്ച. ഇപ്പൊ സാധാരണഗതിയിലെ തകർച്ച എന്ന് പറയുന്നത് നമുക്ക് കയറി പോരാൻ എങ്ങനെയൊക്കെ പറ്റും. ഇത് രക്ഷപ്പെടാൻ പെട്ടെന്ന് വഹിക്കും. അതായത് ഉറക്കപ്പുറത്ത് ടക്ക് പെട്ടെന്ന് സ്പീഡ് കൂട്ടിക്കളി. അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരൻ, നമ്മൾക്ക് ആരെങ്കിലും, ഞാനാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാൻ ഓർക്കാണ് ഇപ്പം ഞാൻ ഈ പിന്നെ PDM ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ മിനിസ്ട്രി സർവീസ് ചിലപ്പോൾ ചില അച്ഛന്മാരൊക്കെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ നല്ലതായിരിക്കും എന്നൊക്കെ പറയുന്ന കാര്യം കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ വളരെ അപ്പം ഞാൻ വിചാരിക്കും ശരിയാണല്ലോ വെച്ചാൽ അതിനകത്ത് ഒരു കാര്യമുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. അല്ലാതെ നമുക്കൊരു സംഗതി ഉണ്ടെന്ന് വിചാരിച്ചാൽ നമ്മൾ ഒറ്റ ഒരു പോക്ക് അങ്ങനെ പോകരുത്. പ്രായം ഒന്നായെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മനസ്സിലായോ? അപ്പം അതുപോലെ എൻ്റെ സഹോദരൻ, ഇത് വചനമൊക്കെ നമ്മളിങ്ങോട്ട് പിടിച്ചു തരണം. നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വചനം തരുന്നത്. ജീവന് വേണ്ടിയിട്ടാണ് വചനം. ഇത് നമ്മളെ പിടിച്ചു തരുന്നത്, ഉയർത്തുകയല്ലേ? ശരിയല്ലേ? അതെന്ന് പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. സ്തുതിക്കാം. ഈശോയെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. എല്ലാ സ്തുതിക്കാതെ നമ്മൾ ചേർന്ന് സ്തുതിക്കാവോ? ഹാലേലൂയ. കണ്ണൊക്കെ അടച്ചു പിടിച്ച് മനസ്സങ്ങ് തുറന്ന് സ്തുതിക്കാം. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയെ നിങ്ങൾക്ക് ഓരോക്കെ സ്തുതിക്കാൻ കിട്ടുന്ന ആ പ്രചോദനത്തിനനുസരിച്ച് വാക്കുകൾ പറഞ്ഞ് സ്തുതിച്ചോ. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. കർത്താവ് വലിയ സ്തുതിപ്പുകളുടെ മധ്യത്തിലാണ് വലിയ അത്ഭുതകരമായ ഇടപെടലുകൾ ഉണ്ടാകുന്നതിനോർത്ത് നന്ദി പറയുകയാണ്. കർത്താവായ ദൈവം ഇന്നോളം ആശീർവാദ സമയത്ത് അങ്ങ് അനുഗ്രഹിച്ച എല്ലാ നന്മകളെ ഓർത്തപ്പോൾ സ്തുതിക്കുകയാണ്. കർത്താവ് കുടുംബങ്ങളെ ചലിക്കുന്ന ദുഷ്ടാര്യങ്ങൾ യേശു
യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഉള്ളിൽ ഞാട്ടിപ്പായിക്കുന്നു. കർത്താവ് ദൈവമേ, പ്രത്യേകിച്ച് മർക്കടമുഷ്ടി, കർത്താവായ ദൈവം ഗുണദോഷിക്കേണ്ട എന്നുള്ള അനുസരണക്കേട്, എതിർപ്പ്, ഭിന്നത, വിഭാഗീയ ചിന്ത, നീരസം, ഇങ്ങനത്തെയൊക്കെയുള്ള തർക്കുത്തരം, ഇങ്ങനത്തെ മേഖലകളിലുള്ള അങ്ങനെ ഓരോരുത്തരും ബന്ധിച്ചിരുന്ന കെട്ടുകൾ ഈശോയുടെ നാമത്തിൽ അഴിച്ച് വിടുവിച്ച് കുരിശിന്റെ വീട്ടിലേക്ക് ആട്ടിപ്പായിക്കുന്നു. വിധേയത്വത്തിന്റെ എളിമയുടെ സ്വീകരിക്കുന്ന ആത്മാവ് ഇവർ ഓരോരുത്തരും ഞങ്ങളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇതുപോലത്തുള്ള തകർച്ചയിൽ പെട്ടുപോയി കിടക്കുന്ന ഓരോരുത്തരെ ആശീർവദിക്കുകയാണ്. കർത്താവ് വീണ്ടും കരുണ തോന്നി എന്റെ കർത്താവെ അനുതാപം കൊടുത്തവരെ രക്ഷിക്കണമേ എന്നുള്ള നിയോഗം വെച്ച് ആശീർവദിക്കുക. ഇവരുടെ വ്യക്തിപരമായ നിയോഗങ്ങളെ ആശീർവദിക്കുന്നു. ഇവരുടെ കുടുംബങ്ങളെ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കുന്നു. കാരണം വൈദികരുടെ ധ്യാനത്തിന് പ്രാർത്ഥിക്കുന്ന ഇവർക്ക് ഈശോയുടെ നാമത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.